ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് വൈകുന്നേരം കുറച്ച് ചെടികളൊക്കെ നടാനായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെടികളൊക്കെ നടാനായിട്ട് എൻ്റെ തൈകളും മറ്റുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചെറി ടൊമാറ്റോ അല്ല, ശരിക്കും പറഞ്ഞാൽ കാട്ടു തക്കാളി എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ കാണാറില്ല. അങ്ങനെ ഉള്ളൊരു തക്കാളിയാണ് അത്. നേരത്തെ ഞാൻ ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു തക്കാളിയാണ് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തക്കാളി വെച്ചിട്ട് ഞാൻ നട്ടു. അതിൽ കുറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണാം. അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് നടാനുണ്ട്, ബന്ദിയൊക്കെ നടാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ഇതാണ് ആ കുഞ്ഞൻ തക്കാളി കേട്ടോ. നമ്മൾ മൂന്നാർ പോയിട്ട് വന്നപ്പോൾ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, മേടിച്ചതല്ല കേട്ടോ. അത് അവിടെ ഒരു വേലിയിൽ ഇങ്ങനെ പിടിച്ച് കിടന്നത്. ഞാൻ അവിടെ ഒരു അങ്കിളിനോട് ചോദിച്ചിട്ട് അതിൻ്റെ കുറച്ച് തക്കാളി എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ പാവി തൈകളുണ്ടായതാണ് കേട്ടോ. അതിങ്ങനെ ഞാൻ ചട്ടിയിൽ നടുന്നതൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇതേ നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇത് തീരെ മോശമായി പോയോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അല്ല കേട്ടോ, അത് നന്നായിട്ട് ആയി തന്നെ വന്നിട്ടുണ്ട്. കായകൾ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇല ഇങ്ങനെ നിൽക്കുക. ഇത് നട്ടിരിക്കുന്നത് നമ്മുടെ എംസാൻഡിലാണ് കേട്ടോ. മണ്ണ് ഉപയോഗിച്ചിട്ടില്ല. എംസാൻഡും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് ഇത് നട്ടിരിക്കുന്നത് കേട്ടോ. അത് മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങളും അതുപോലെ മണ്ണും ഒക്കെ അത് തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് നട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഇതിനകത്ത് നന്നായിട്ട് കായകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതേ ചെറുതായിരിക്കുമ്പോൾ ഇത്രയും പച്ച കളറിലായിരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ചെറിയ ഓറഞ്ച് വരും. അതിനുശേഷം നല്ല പാകമാകുമ്പോൾ ഇതുപോലെ റെഡ് കളറിലായി വരും. നമുക്കിതൊരെണ്ണം കഴിച്ചു നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പുളി, അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. നല്ല പുളിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായത് കുറച്ചുകൂടി നല്ല പുളിയായിരുന്നു. ഇത് ഇച്ചിരി പുളി കുറവാണ്. നമുക്കിവിടെ കഴിക്കുമ്പോൾ കുറച്ച് പുളി കുറവുണ്ട്. അന്ന് കഴിച്ചാൽ ഭയങ്കര പുളിയായിരുന്നു. ഇതാണ് തക്കാളി. ഇത് ചട്നിക്കും അതുപോലെ തന്നെ രസമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പുളി ഇല്ലാതെ രസം വയ്ക്കില്ല, അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ ഈ തക്കാളി നല്ലതാണ്. ഇവിടെ ഞാൻ ചെറി ടൊമാറ്റോ തൈകൾ പാകി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പയറ് നടുന്ന വെക്കുന്നത്. പയറ് ചെറുതായിട്ടൊന്ന് കിളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലുതായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ഇലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് പടർന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ തക്കാളിയുടെ തൈ എടുക്കാം. തക്കാളിയുടെ തൈകൾ ഇത്രയും വലുതായി കേട്ടോ. ഇനിയിപ്പോൾ അത് കായ്ക്കാനായിട്ട് തുടങ്ങാറായി. ഇനി നമുക്കത് മാറ്റി നടാം. എന്തായാലും ഞാനിന്നത് പുറത്തേക്ക് നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയി അവിടെ നടാം. ഇനി ഈ ഒരു പ്ലാന്റാണ് നമ്മൾ മാറ്റി നടാൻ പോകുന്നത്. ഇത് ഏകദേശം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൂ വന്നു കഴിഞ്ഞാൽ അത് മോശമാവും. അത് കാരണം നമ്മളിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വേരെടുത്ത് പുതിയതായിട്ട് ചട്ടിക്കകത്തേക്ക് ആക്കാൻ പോവുകയാണ്. ഇത് ഇങ്ങനെയുള്ള ഈ പോട്ട്സിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ആ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് പോകുന്നത്. ഇത് ഹോളില്ലാത്ത പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം നമുക്ക് നിർത്താനും പറ്റും. അപ്പോൾ വെള്ളം അത്രയധികം വെള്ളം നിർത്തേണ്ട, കുറച്ച് വെള്ളം മാത്രം നിർത്തിയിട്ട് ആ ഒരു പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ചാണകപ്പൊടിയും മണ്ണും മണലും ഒക്കെ ആയിട്ട് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ആ ചെടി എടുത്ത് നടാം, നിറയ്ക്കാം. ഇതിങ്ങനെ ഞാനിപ്പോൾ എംസാൻഡാണ് മണലിന് പകരം ചേർത്തിരിക്കുന്നത് കേട്ടോ. മണൽ കിട്ടാൻ പാടാണ്. അത് കാരണം എംസാൻഡാണ് ഉപയോഗിക്കുന്നത്. എംസാൻഡ് ഇവിടെ പണി കഴിഞ്ഞപ്പോൾ കുറച്ച് എംസാൻഡ് ബാക്കി വന്നു. അപ്പോൾ അതിങ്ങനെ ഇൻ്റർലോക്കിൽ തന്നെ ഇട്ടിരിക്കുവാണ്. അപ്പോൾ അത് അങ്ങനെ കിടന്നപ്പോൾ ഒരു ഭംഗിയില്ലാതെ തോന്നിയ കാരണം ഞാനിപ്പോൾ ഓരോ ചെടിക്കായിട്ട് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇതിതേ ഇങ്ങനെ ഇളക്കിയെടുക്കുവാണ്. ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതിങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിത് കട്ട് ചെയ്ത് കളയുവാണ്. ഇതിന് വേണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിലത്തെ ആ സ്ഥലം വേണ്ടത് ഇത്ര മാത്രം എടുത്തിട്ട് ഇലകളെല്ലാം കളഞ്ഞിട്ട് ആ വേര് മാത്രം മതി. നന്നായിട്ട് ആയി വരും ഇത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫുകൾ കിട്ടുകയും ചെയ്യും. ഇത് ഫുള്ള് ലീഫ് കളഞ്ഞിട്ട് ആ വേര് മാത്രമാണ്. വേരും കുറച്ച് തണ്ടും കൂടി ഞാനിങ്ങനെ ഒരു പോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കും. അപ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡായിട്ട് പുതിയ ഇലകൾ വന്നു തുടങ്ങും. അതുപോലെ അടുത്തതും അതുപോലെ ഓരോ ചട്ടിക്കകത്തേക്ക് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ആക്കിയെടുക്കുക. ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ടും കൂടി വെക്കാറുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലും നന്നായിട്ടിത് ആയി വരും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം, ഈ പോട്ടും ഹോളില്ലാത്ത പോട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലും വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേര് അടിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇതുവഴിയൊക്കെ കണ്ടോ, ഈ വേരൊക്കെ അടിയിലൂടെ വന്നിട്ട് അതിലും കൂടി കിളിച്ച് കയറിക്കോളും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് എന്നിട്ട് ഓരോ ചട്ടിക്കുള്ളിലും നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ചെടി വെച്ചതിന് ശേഷം ഇങ്ങനെ പിന്നും മണ്ണിട്ട് കൊടുക്കും. ഇങ്ങനെ ഓരോന്നിൻ്റെ മേലിൽ
ഇങ്ങനെ ആവുന്നെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് വരാതെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഇടുമ്പോൾ വിചാരിക്കും നമ്മൾ വേരിൻ്റെ മണ്ടയിലും അതുപോലെ തണ്ടിൻ്റെ മേളിൽ കൂടെയൊക്കെ അല്ലേ ഇടുന്നതെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, അത് നന്നായി വരും. ഇങ്ങനെ ഇടുമ്പോഴാണ് നല്ല ഫ്രഷ് ലീഫ് ഉണ്ടാവുന്നത്. ഇങ്ങനെ എല്ലാത്തിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനുള്ളിലേക്ക് വെള്ളം ആവശ്യത്തിന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കേ. പിന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കണ്ട, കാരണം ഹോളില്ലല്ലോ ചട്ടിക്കുള്ളിൽ. അന്ന് നമ്മൾ വിത്തിട്ട് കിളിപ്പിക്കാൻ നോക്കിയ അടീനിയും ഇതേ കിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. തൈ ഇതാ 2 കളറുകളാണ് കേട്ടോ. 2 കളറുകൾ. ഇതാദ്യം നമ്മൾ നട്ടതായിരുന്നു. ആദ്യം പാവിയ വിത്തുകളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഇത് കേട്ടോ. അത് നമുക്ക് ആദ്യം നട്ടത് ഏകദേശമൊക്കെ കുറച്ച് ഒരു 20 ദിവസമൊക്കെ കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റി നടാൻ പാകത്തിലേക്ക് ആയി വരുന്നുണ്ട്. ഞാനിപ്പോൾ ചാണകപ്പൊടി ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ചാണകപ്പൊടി ഉള്ളിലേക്ക് പൊക്കോളും. ഞാൻ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ ചാണകപ്പൊടി. അതെ, ഇത് ആണ് ബന്ദിയുടെ തൈകൾ കേട്ടോ. അപ്പോൾ ബന്ദിയുടെ തൈകൾ എനിക്ക് ഇവിടെ ഒരു ചേച്ചി തന്നതാണ്. ചേച്ചിക്ക് പഞ്ചായത്തിൽ നിന്നോ മറ്റോ കിട്ടിയതാണ് കേട്ടോ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റോഡിലൊക്കെ ഇപ്പം വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് ഓണമല്ലേ വരുന്നത്, ഇനിയിപ്പോൾ ഓണത്തിലേക്ക് ആവുമെന്നറിയില്ല. പക്ഷേ സമയം താമസിച്ചു പോയി. എന്തായാലും കിട്ടിയതുകൊണ്ട് ഞാൻ നടാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ നമ്മളന്ന് കറ്റാർവാഴ നട്ട സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതേ കൊക്കോപീറ്റൊക്കെ വെച്ചിട്ട് ആക്കിയിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. വേര് കണ്ടോ, ഇത്രയും വേര് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനി നടാൻ പോകുന്നത്. ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ തൈ വെക്കാൻ പോകുന്നത്. തൈയും കൂടി ഇതേ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു ട്രെയിലായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി നടാനും വലിയ എളുപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇനി കുറച്ച് തൈകളും കൂടി നടാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഞാൻ നട്ട് കഴിഞ്ഞു കേട്ടോ. 2-3 എണ്ണേ നടാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.